പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ കൈവശമുണ്ടായിരുന്ന MDMA പൊതി വിഴുങ്ങി ആശുപത്രിയിലായിരുന്ന യുവാവ് മരിച്ച സംഭവത്തിൽ ഷാനിദ് ലഹരി ഉപയോഗിക്കുമെന്ന് തങ്ങൾക്കറിയാമായിരുന്നുവെന്ന് പ്രദേശവാസികൾ. എന്നാൽ അതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് വീട്ടുകാർ പ്രതികരിച്ചത്. അതേസമയം പലപ്പോഴും രാത്രി ഏറെ വൈകിയാണ് ഷാനിദ് വീട്ടിൽ എത്തിയിരുന്നതെന്നാണ് മുത്തശ്ശി പറയുന്നത്. വൈകിയതിനു പേരിൽ വഴക്ക് പറയുമ്പോഴും ഷാനിദ് തിരിച്ചു ദേഷ്യപ്പെടില്ലായിരുന്നു. വീട്ടിൽ ഇതുവരെ ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലെന്നും മുത്തശ്ശി പറയുന്നു. അമ്പായത്തോട് പാറമേൽ പള്ളിക്ക് സമീപത്തെ പിതാവിന്റെ വീട്ടിൽ മുത്തശ്ശിക്കൊപ്പമാണ് ഷാനിദ് താമസിച്ചിരുന്നത്. ഷാനിദ് താമസിച്ചിരുന്ന സ്ഥലത്ത് ആളുകളുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല. ഷാനിദ് ഉൾപ്പെടുന്ന കണ്ണിയിൽ ഇനിയും ഒട്ടേറെ പേരുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവരെ പുറത്തു കൊണ്ടുവരണം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടൽ അത്യാവശ്യമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. പോലീസിനെ കണ്ട് ഭയന്നോടിയ ഷാനിദ് MDMA വിഴുങ്ങുകയായിരുന്നു. താമരശ്ശേരി പോലീസിന്റെ പിടിയിലായപ്പോൾ ഷാനിദ് തന്നെയാണ് താൻ കയ്യിലുണ്ടായിരുന്ന MDMA പൊതികൾ വിഴുങ്ങിയതായി പറഞ്ഞത്. അപകടം മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. CT സ്കാൻ, എൻഡോസ്കോപ്പി പരിശോധനകളിലൂടെ ഷാനിദിന്റെ വയറിനുള്ളിൽ 2 ചെറിയ പ്ലാസ്റ്റിക് പൊതികൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഈ പൊതികളിൽ വെളുത്ത തരി പോലെയുള്ള വസ്തുവിന്റെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന ഷാനിദിന്റെ മരണം രാവിലെ 11:20 ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്.